ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ CPO WCPO എക്സാംസിനെ പറ്റിയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. CPOയുടെയും WCPOയുടെയും നോട്ടിഫിക്കേഷൻ നമുക്കറിയാം. എത്ര 563ഉം 550ഉമാണ്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മളിനി പഠിച്ചു തുടങ്ങിയാൽ മാത്രം മതി. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPO WCPO എന്ന് പറയുന്ന എക്സാംസ് എല്ലാ വർഷവും നടത്തുന്നതാണ്. അത്യാവശ്യം നല്ലപോലെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന എക്സാംസ് ആണ് WCPO CPO. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും എക്സാം നടക്കുന്നത്. ആ സമയത്ത് എത്തുമ്പോഴത്തേക്ക് നിങ്ങളെ ഫിസിക്കൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തുമാത്രം പഠിച്ചെന്ന് പറഞ്ഞിട്ടും നമ്മളെ ഫിസിക്കൽ കയ്യിലില്ലെങ്കിൽ കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യണം, നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ 1 മണിക്കൂർ എടുത്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലാത്തവർ തുടങ്ങുക. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പഠിക്കുക. അപ്പോൾ നമുക്ക് വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് എന്താ വേണ്ട, പഠിക്കണം. എങ്ങനെ പഠിക്കണം? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് ഈ സിലബസ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നു. നമ്മൾ ഓൾറെഡി പറയുന്ന പോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിനകത്ത് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ഏത് ഏരിയാസ് ആണ്? മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ്, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഈ ഒരു 6 ഏരിയ നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയാവോ? 10 മാർക്ക് മാത്സിൽ നിങ്ങൾക്ക് കിട്ടും. മലയാളം 10, ഇംഗ്ലീഷ് 10, കറണ്ട് അഫയേഴ്സ് 10, സയൻസ് 10. ഓക്കെ, സയൻസിനകത്ത് ബയോളജിക്ക് 4, ഫിസിക്സും കെമിസ്ട്രി 3 മാർക്ക് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഏരിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കവറായി പോകും. 50 മാർക്ക് അവിടെ ഓക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് വരുന്ന എന്താ, 8 മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അതും വാസ്റ്റ് ഏരിയ അല്ല, കുറച്ച് ലിമിറ്റഡ് ആയിട്ട് ഏരിയ ആണ്. 8 മാർക്ക് അവിടെ ഉണ്ട്. പിന്നെ ഉള്ള എന്താ, 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് CPOയും WCPOയും വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെക്ഷൻ വൈസ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് ശ്രദ്ധിച്ച് അങ്ങ് പഠിച്ചാൽ മതി. ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും വരത്തില്ല. കറക്റ്റ് സെക്ഷൻസ് പഠിക്കുക, ആ സെക്ഷൻസിന് കോഡ് ഉണ്ടാക്കി ഒക്കെ പഠിച്ച് അങ്ങ് നീറ്റാക്കി കയ്യിൽ വെച്ചിരുന്നാൽ 20 മാർക്ക് നിങ്ങളെ ഇരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമ്മൾ എന്ത് എളുപ്പം ഇതിനകത്ത് ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ എക്സാം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി എല്ലാ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചാൽ മതി, ബാക്കി എല്ലാ സബ്ജക്റ്റും അല്ലേ. ഇതിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ മാത്സും മലയാളം ഒന്നും പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനാ, എല്ലാ എക്സാംസിനും. ഇപ്പം നിങ്ങൾ LGS അപ്ലൈ ചെയ്തിട്ടുണ്ട്, LGS വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അല്ല, ബെവ്കോ LD അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. VFAക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ബാക്കി സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ ഒരു 20 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദിവസം 1 മണിക്കൂർ കൊടുക്കാം. മനസ്സിലായോ? 1 മണിക്കൂർ തന്നെ വേണമെന്നില്ല. ദിവസവും ഇപ്പം തൊട്ടേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും അവസാനം കിടന്ന് കഷ്ടപ്പെടേണ്ടി വരത്തില്ല. തുടക്കത്തിലേ കുറച്ച് പഠിച്ച് അവസാനം എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ 20 മാർക്ക് സെക്യൂർ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ 20 മാർക്കിനകത്ത് ഏരിയാസൊക്കെ എളുപ്പമാണ്. നമ്മളിപ്പം നമുക്ക് പഠിക്കാനുള്ളത് BNS 2021 BNS, അത് IPSCക്ക് പകരം വന്നിട്ടുള്ള BNS, ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് 2023 വന്നിട്ടുള്ളതാണ്. അതിനെപ്പറ്റി പഠിക്കാണ്ട് 4 മാർക്കുണ്ട് അവിടെ പഠിക്കാൻ. അതിനകത്ത് ഒരുപാട് സെക്ഷൻസ് അതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ BNS നമുക്ക് എത്ര 4 മാർക്കിനുണ്ട്. BNSS 2023 BNS, നമ്മുടെ CRPCക്ക് പകരം BNSS വന്നിട്ടുണ്ട് 2023, അതും എത്ര 3 മാർക്കിന്. അതിന് BSA ഉണ്ട് 2023, അത് 2 മാർക്കാണ്. അപ്പോൾ 4, 3, 2, 4, 5, 6, 7, 8, 9 മാർക്ക് അവിടെ കവറായേ. പിന്നെ 4ാമത്തെ പാർട്ട് 4 ആയിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചധികം നിയമങ്ങളാണ്. ഓക്കെ, അതിനകത്ത് 1ാമത്തെയാണ് കേരള പോലീസ് ആക്ട് 2011, അതിന് 3 മാർക്കാണ്. ഓക്കെ, 3 മാർക്ക്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 ആക്ട് ഉണ്ട്, അതിന് എത്ര മാർക്കാണ്, 2 മാർക്ക്. പോക്സോ 2 മാർക്ക്, IT ആക്ട് 2 മാർക്ക്, RT 2 മാർക്ക്. ഇത്രയും കൂടി വരുമ്പോഴത്തെ എത്ര മാർക്ക് ക്ലിയർ ആവും, 20 മാർക്ക് ക്ലിയർ ആവും. ഇത് പഠിക്കാൻ അധികം വലിയ വാസ്റ്റായിട്ട് ഏരിയ അല്ല. ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷൻസ് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ആ സിലബസ് കവർ ആയി പോകും. അങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് 20 മാർക്ക് സെക്യൂർ ആക്കുക, ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 20 മാർക്കിലെ സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ചിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൻ്റെ താഴെ നമ്പർ കൊടുത്തേക്കാം, ആ നമ്പറിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ജോയിൻ ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് തുടങ്ങുക. ഓക്കെ, നമുക്ക് നല്ലപോലെ ഫിസിക്കലും ശ്രദ്ധിച്ച് പഠിച്ച് സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ കവർ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നല്ല റാങ്കിൽ എത്താൻ പറ്റും, ഉടനെ തന്നെ ജോലി കയറാനും പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. പിന്നെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള എക്സാംസ് ഉള്ള BFAയും LGSും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് ഈ 2026 എന്ത് വേണം, ജോലി വേണം എന്നുള്ളൊരു ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ചലഞ്ചാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരും അതിനൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളവരും അതിൻ്റെ കൂടെ പഠിച്ചു പോകുന്നവരും ടെലിഗ്രാമിലുള്ളവരും എല്ലാവർക്കും നല്ലൊരു മാറ്റം ഈ വർഷം ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ലൊരു ജോലി നിങ്ങൾ ഈ വർഷം നേടിയെടുക്കണം.
2026 നമ്മൾ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? ഒരു ജോലി നേടിയെടുക്കുക. ആ ജോലിയിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇതെല്ലാം. ഇത് ഓരോന്ന് അതിലോട്ട് എത്താനുള്ള സ്റ്റെപ്പുകളാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുമ്പിലുള്ളത്. ഈ വർഷം ഒരിക്കലും പാഴാക്കരുത്. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? ഓക്കെ, അപ്പൊ ഞാൻ റെഡിയാണ്. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.